സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് ദാവീദിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു ബോധ്യമുണ്ട്. ഈ ദാവീദ് ഇങ്ങനെ പറയും, ഈ ദോയഗ് എന്നെ ചതിച്ചാലും, സിഫിർ എന്നെ വഞ്ചിച്ചാലും, അഹിത്തോഫൽ എനിക്കെതിരെ പ്ലാനുകൾ പദ്ധതികൾ തയ്യാറാക്കിയാലും ദൈവം എന്റെ സഹായം. 54-ാമത്തെ സങ്കീർത്തനത്തിന്റെ ടൈറ്റിൽ അങ്ങനെയാണ്, ദൈവം എനിക്ക് സഹായം. ഈ രണ്ട് സങ്കീർത്തനങ്ങൾ നിങ്ങൾ വായിക്കണം, 52, 54. 52-ാമത്തെ സങ്കീർത്തനം അതിന്റെ 8 മുതലുള്ള വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കും. ദൈവഭവനത്തിൽ തഴച്ചു വളരുന്ന ഒലിവ് മരം പോലെയാണ് ഞാൻ. ദാവീദ് ഭയപ്പെട്ട് നിൽക്കുകയാണ്, സങ്കടപ്പെട്ട് നിൽക്കുകയാണ്, നാളെ എന്താകുമെന്ന് അറിയത്തില്ലാത്തൊരു ഭയത്തിൽ കൂടെ നിൽക്കുകയാണ്. പക്ഷേ ദാവീദ് ഒറ്റ ഉറപ്പാണ്, ഞാൻ നിൽക്കുന്നത് എൻ്റെ കർത്താവിന്റെ ഭവനത്തിലാണ്, ഞാൻ എൻ്റെ കർത്താവിന്റെ സന്നിധിയിലാണ് നിൽക്കുന്നത്. ലോകം മുഴുവൻ എനിക്കെതിരെ നിന്നാലും, രോഗങ്ങളും വേദനകളും സങ്കടങ്ങളും നമ്മളെ പിടിച്ചു മുറുക്കിയാലും ദൈവഭവനത്തിലാണ്, ദൈവത്തിന്റെ സന്നിധിയിലാണ് നിൽക്കുന്നതെന്ന് ബോധ്യമുള്ള ഒരുവന് അവന് തഴച്ചു വളരാനല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. ഈ വേര് വെട്ടിക്കളയാൻ ആളുകൾ ശ്രമിക്കും, ബ്രാഞ്ചുകൾ ചെതറിച്ച് കളയാൻ ആളുകൾ ശ്രമിക്കും, ഫലം ചൂടാതിരിക്കാൻ നിന്റെക്ക് ചുറ്റും അപകടങ്ങളെ സൃഷ്ടിക്കാൻ ശ്രമിക്കും. നിന്റെ തായ്വേരിനെ ചിലപ്പോ തകർത്തെറിയുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. പക്ഷേ നിൽക്കുന്നത് ദൈവഭവനത്തിലാണെന്നും എനിക്ക് വെള്ളവും വളവും തരുന്നത് എന്റെ ദൈവമാണെന്നും ബോധ്യമുള്ള ഒരുത്തൻ, അവന്റെ മുമ്പിലുള്ള ഒരേ ഒരു ഓപ്ഷൻ ദൈവഭവനത്തിൽ തഴച്ചു വളരുക, ഫലം ചൂടുക എന്നുള്ളതാണ്.